ഹലോ ഗേയ്സ്, നമുക്ക് വളരെ വേഗം ഒന്ന് പോയിട്ട് വരാം കേട്ടോ. അപ്പം ഞാനിപ്പോൾ എന്തേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ട ഗേസ് കത്തി ചൊലിച്ച് നിൽക്കുന്നൊരു കുഞ്ഞി പിമ്പിൾ. കുഞ്ഞൊന്നല്ല കേട്ടോ, മന്തക്കം പോലത്തെ പിമ്പിളാണ്. അപ്പം എല്ലാ കേസിനും പതിവാണ് എന്തെങ്കിലും ഒരു ഫംഗ്ഷനും പരിപാടിയൊക്കെ വരുമ്പോൾ ഇതുപോലത്തെ ഒരു സാധനം മുഖത്ത് വരുന്നത്. അതുപോലെ തന്നെ എനിക്കും കുട എടുക്കാൻ പറഞ്ഞതായിരുന്നു അല്ലേ. എന്നാൽ കുട എടുത്താലോ മഴ പെയ്യില്ല, കുട എടുത്തില്ലെങ്കിലോ അന്ന് ഒടുക്കത്ത മഴയായിരിക്കും. അപ്പം ഇന്ന് നല്ല മഴയാണ്. അപ്പം ഇപ്പം എന്താ കാണുക വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആദ്യം എന്ന് പറഞ്ഞാൽ തൃപ്രാർക്ക് പോകാൻ ജസ്റ്റ് 20 രൂപ കൊടുത്തു കഴിഞ്ഞാൽ തൃപ്രാർ പോകാമായിരുന്നു ഒറ്റ ബസ്സിന്. ഇപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ബസ് കയറി 40 രൂപ കൊടുത്തിട്ടാണ് നമുക്ക് തൃപ്രാർ വരുന്ന പോകണമെങ്കിൽ. കാരണം നമ്മുടെ നാടിൻ്റെ പുരോഗമനം അങ്ങനെയാണല്ലോ കേസ്. കാരണം എല്ലായിടത്തും അറിയില്ല, റോഡ് പണി പാലം പണി സാധനങ്ങളൊക്കെ. അങ്ങനെ ഇവിടെ ഉണ്ട് പണി തീരാതെ കിടക്കുന്ന ഒരു കുഞ്ഞി പാലം. കുഞ്ഞല്ല, കുറച്ച് അത്യാവശ്യം വലിയ പാലാണ്. അങ്ങനെ ഇപ്പുറത്ത് കുളവാഴിയും ഇപ്പുറത്ത് ഈ പണി തീരാതെ ഇന്നോ നാളെയെന്ന് പറഞ്ഞ് കിടക്കണം, കഴിയുന്നു പറഞ്ഞ് കിടക്കുന്ന ഒരു പാലം. അങ്ങനെ അടുത്ത ബസ്സിലേക്ക് ഓട്ടമാണ് നിങ്ങൾ കണ്ടത്. അപ്പോൾ ഓടി അതിൽ കയറി സീറ്റ് പിടിച്ച് സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ തൃപ്രയാർ പോയി ഇറങ്ങണം. തൃപ്രയാർ പോയി ഇറങ്ങിയിട്ട് നമ്മുടെ മാമനും അമ്മയും നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ അവരവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കണം കേട്ടോ. ബസ്സിൽ കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കയറിയിട്ട് അവരെ നോക്കിയതാണ്. അപ്പോൾ അവരവിടെ ഉണ്ട്, സെറ്റാണ്. പിന്നെ നമ്മൾ ഒളലിലെത്തി, സ്ഥലത്തെത്തി. ഞാനാണെങ്കിൽ കട്ട പോസ്റ്റ്, അവളാണെങ്കിൽ പബ്ജിയും കളിച്ചിരിക്കുന്നത്. നമ്മൾ കൈ കടത്തേണ്ട ആവശ്യമില്ല ഗൈസ്. അപ്പം മുഖത്ത് നോക്കിയിരിക്കുന്നതാ. വീട്ടിൽ നിന്ന് എങ്ങനെ ഇറങ്ങിയത് ഇപ്പം അല്ലേ, ബസന്തിയുടെ പോലെ ഉണ്ട്, ബസന്തിയുടെ പോലെ ആകെ 2 മുടിയുള്ളൂ. അതാണെങ്കിൽ പറഞ്ഞനുസരിക്കുന്നില്ല. എന്താ ചെയ്യാൻ, എന്നെ പോലെ എന്ന് തോന്നുന്നുണ്ട്, എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. അങ്ങനെ പിന്നെ വിശപ്പിൻ്റെ വലിയൊരു സമയമൊക്കെ ആയി തുടങ്ങിയില്ല. അപ്പോൾ തൃശ്ശൂർ നമ്മൾ വിശപ്പ് മാറ്റാനുള്ള സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക, അതായത് ഇന്ത്യൻ കോഫി ഹൗസിക്കിട്ടാണ്. അപ്പോൾ നമുക്ക് വടക്കാതിനും കാണാൻ എന്ത് രസമല്ല, മഴ നല്ല ഭംഗിയായിരുന്നു കാണാൻ. പിന്നെ ഒരു കുടക്കയിൽ തല്ലുകൂടി, പകുതി മഴ ഞാനും കൊണ്ട് പകുതി മഴ അവളും കൊണ്ട് അവിടെ എത്തിയ അവസാനം. പിന്നെ നമ്മൾ മഴ ആസ്വദിച്ച് നിൽക്കാമെന്ന് പറയും, പക്ഷെ അല്ല, ചിറപുഞ്ചി ആ സംഭവമൊന്നുമല്ല. പക്ഷെ നമ്മൾ അമ്മേനെ കാത്ത് നിൽക്കുക. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവർ കുറച്ച് സ്ലോ മോഷൻ ആയതുകൊണ്ട് അവർ വെയിറ്റ് ചെയ്ത് നിൽക്കുക. അങ്ങനെ കടയിൽ കയറി നമ്മൾ ബിരിയാണി പറഞ്ഞു, അച്ചാർ വന്നു, സലസ വന്നു, ബിരിയാണി വന്നു. ആഹാ, അത് കഴിച്ചപ്പോൾ ഒരു കിട്ടിയൊരു സമാധാനം. അതും കഴിച്ച് നമ്മൾ വീട്ടിലോട്ട് പോയി. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.